സാമ്പത്തികമായ പ്രയാസമാണ്, ഭയങ്കര ടെൻഷനാണ്, ഒരുപാട് കടമുണ്ട്, എങ്ങനെ വീട് കിട്ടും, യാതൊരു പ്രതീക്ഷയുമില്ല, ആത്മഹത്യയുടെ വക്കിലാണ്, ഞാൻ കടക്കാരനായി മരിച്ചു പോകുമോ എന്ന ഭയമാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന, കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം സഹോദരങ്ങളും സഹോദരിമാർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. ഇൻഷാ അല്ലാഹ് അത്ഭുതകരമായ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന, അതിശയിപ്പിക്കുന്ന അനുഭവങ്ങളുള്ള അത്ഭുതകരമായ ഒരു ദിക്ർ, മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച ദിക്ർ നമ്മൾ പഠിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് കടങ്ങളൊക്കെ അല്ലാഹു വീട്ടി തരും. ഏതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും മജ്ലിസ് മുഴുവനായും കേൾക്കുക, ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചിക വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അല്ലാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പല വിഷയങ്ങൾക്ക് വേണ്ടി, പല ആവശ്യങ്ങൾക്ക് വേണ്ടി, ജീവിത വിജയങ്ങൾക്ക് വേണ്ടി, ആഗ്രഹങ്ങൾക്ക് വേണ്ടി പല വിഷയങ്ങളും നമ്മൾ സംസാരിക്കാറുണ്ട്. ദിക്റുകളായിട്ടും സ്വലാത്തുകളായിട്ടും സൂറത്തുകളായിട്ടും ആയത്തുകളായിട്ടും ഇസ്മുകളായിട്ടൊക്കെ നമ്മൾ പലപ്പോഴും സംസാരിക്കാറുണ്ട്. അൽഹംദുലില്ലാഹ്, പല ആളുകളും അതിൻ്റെ റിസൾട്ട് അനുഭവിച്ച വിവരങ്ങൾ പറയുമ്പോൾ, അനുഭവം പങ്കുവെക്കുമ്പോൾ അൽഹംദുലില്ലാഹ് വളരെയധികം സന്തോഷമാണ്. ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടുമ്പോഴും പല ആളുകൾക്കും റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളതും, പരാതികൾ റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വരുന്നുണ്ട് എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇതെല്ലാം ദുആഇൻ്റെ മറ്റൊരു വശമാണ്, മറ്റൊരു വേർഷനാണ് എന്ന് നമുക്ക് പറയാം. ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം എന്ന് അല്ലാഹ് പറഞ്ഞതല്ലേ, വളരെ കൃത്യമായിട്ട് അല്ലാഹ് പറഞ്ഞതല്ലേ. പക്ഷെ നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ? പല ആളുകളും പറയും ഉത്തരം കിട്ടി, പല ആളുകളും പറയും ഉത്തരം കിട്ടുന്നില്ല. യഥാർത്ഥത്തിൽ ഉത്തരം കിട്ടുന്നുണ്ട്. അല്ലാഹ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരം കിട്ടും. ഉത്തരം കിട്ടുക എന്നുള്ളത് പല രൂപത്തിലാണ്. ചിലപ്പോൾ നമ്മൾ ചോദിച്ചത് തരും, അല്ലെങ്കിൽ അല്ലാഹു അതിനേക്കാൾ ഖൈറായത് തരും, അല്ലെങ്കിൽ പരലോകത്തേക്ക് മാറ്റിവെക്കും, അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ തട്ടിമാറ്റാൻ വേണ്ടി. ഇങ്ങനെ പല രൂപത്തിലാണ് ഇജാബത്ത് എന്ന് നമ്മൾ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. എന്നതുപോലെ തന്നെ ആവശ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, ആഗ്രഹങ്ങൾ സഫലമാകാൻ വേണ്ടി, വിഷമങ്ങൾ മാറാൻ വേണ്ടി, പ്രയാസങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ ചൊല്ലുന്നതും നമ്മൾ ചെയ്യുന്നതൊന്നും ഒരിക്കലും വെറുതെയാകൂല. അതിൻ്റെയൊക്കെ ഗുണം ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അല്ലാഹു നമുക്ക് നൽകും. പലപ്പോഴും പല ആളുകളും സങ്കടങ്ങൾ പറയുമ്പോൾ ആ സങ്കടങ്ങൾക്കനുസരിച്ച വിഷയങ്ങൾ, പരിഹാരങ്ങൾ നമ്മളൊരു വിഷയമാക്കിയെടുത്ത് സംസാരിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പരിഹാരം നൽകട്ടെ, എല്ലാവർക്കും അല്ലാഹു റിസൾട്ട് നൽകട്ടെ, എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അല്ലാഹു സഫലമാക്കട്ടെ, എല്ലാവരുടെയും വിഷമങ്ങൾ അല്ലാഹു മാറ്റിത്തരട്ടെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മറ്റൊന്നുമല്ല, സാമ്പത്തികമായ പ്രതിസന്ധി. കടമാണ് എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആളുകൾ ധാരാളമാണ്. മെസ്സേജ് അയക്കുന്ന ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൂടെയും ഒക്കെ, കമന്റ് ബോക്സിലൂടെയും അല്ലാതെയും വാട്സപ്പിലും നേരിട്ടും ഒക്കെയും പരാതി പറയുന്ന ആളുകളുണ്ട്. കടമാണ്. എങ്ങനെയാണ് ഈ കടം വരുന്നത്? കടം വീടാനുള്ള അത്ഭുതകരമായ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച, പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ദിക്ർ നമ്മളിന്ന് പഠിക്കണം. അതിനു മുമ്പ് എങ്ങനെയാണ് ഈ കടം വരുന്നത്? പല ആളുകൾക്കും പല രൂപത്തിലും കടം വരാം. കല്യാണം നടത്തുമ്പോൾ കടം വരാം, വാഹനങ്ങൾ മേടിക്കുന്നതിലൂടെ കടം വരാം, വീട് വെക്കുന്നതിലൂടെ കടം വരാം, അതുപോലെ രോഗം വരുന്നതിലൂടെ കടം വരാം, മക്കളുടെ പഠനാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമ്പത്ത് ചെലവഴിക്കുന്നതിലൂടെ കടം വരാം. ഇങ്ങനെയൊക്കെ കടങ്ങൾ വരാം. ചില ആളുകൾക്ക് ബിസിനസ് ചെയ്ത് ബിസിനസ് തകർന്നു പോയി അങ്ങനെ കടം വന്ന ആളുകളുണ്ടാകും. ചില ആളുകളുണ്ട് നല്ല രൂപത്തിൽ ജീവിച്ച്, നല്ല സാമ്പത്തികമായ പുരോഗതിയോടെ, വലിയ വീടും വലിയ കാറുമൊക്കെയായി ജീവിച്ച്, പെട്ടെന്ന് ഒരു സാഹചര്യത്തിലെല്ലാം തകർന്നു പോയി കടത്തിലേക്ക്, വീട്ടാൻ കഴിയാത്ത കടത്തിലേക്ക് എത്തി ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന വലിയ പരീക്ഷണത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സലാമത്താക്കുമാറാകട്ടെ. ചില ആളുകൾ ഓൺലൈൻ ബിസിനസ്സിൽ പോയി ചേർന്ന് അതിലൂടെ കാശ് കളയുന്ന ആളുകളുണ്ട്.
എന്നാൽ ഏറ്റവും കൂടുതൽ കടം വരുന്നത് നാം മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോഴാണ്. ജീവിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ലടോ, ജീവിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അള്ളാഹു നമുക്ക് വാക്കേറിയിട്ടുണ്ടെങ്കിൽ അതിലേക്കുള്ള അന്നം അള്ളാഹു നൽകും. അള്ളാഹു നമ്മെ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു നടത്തിത്തരും. വെറുതെ ഇരിക്കണമെന്നല്ല പറയുന്നത്, നമ്മൾ സബബുകൾ ചെയ്യണം, ജോലികൾ ചെയ്യണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സാമ്പത്തികമായ എളുപ്പമാർഗങ്ങൾ തുറന്നു തരും. എന്നാൽ പല ആളുകളും കടക്കാരായി മാറുന്നത്, ഏറ്റവും കൂടുതൽ കടത്തിലേക്ക് എത്തുന്നത് ജീവിതത്തെ മത്സരബുദ്ധിയോടെ സമീപിക്കുമ്പോഴാണ്, മത്സരിച്ച് ജീവിക്കുമ്പോഴാണ്, മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോഴാണ്. അല്ലാതെ ജീവിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ്, നമ്മൾ ചെലവഴിക്കുമ്പോഴാണ്, നമ്മൾ വാങ്ങിക്കൂട്ടുമ്പോഴാണ് നമുക്ക് കടങ്ങൾ ഉണ്ടാകുന്നത്, നാം ജീവിക്കാൻ ഏറെ പ്രയാസപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആഡംബര ചിന്തകളിൽ നിന്ന്, മത്സര ബുദ്ധികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിനൊരു മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളുകൾക്ക് കടം കൊടുക്കുക എന്നുള്ളതൊരു സുന്നത്താണ്. ഒരാൾ നമ്മളോട് കടം ചോദിച്ചു, നമ്മൾ അയാൾക്ക് കടം കൊടുത്തു, അയാൾ വീണ്ടും നമ്മളോട് കടം ചോദിച്ചു, അയാൾക്ക് വീണ്ടും നമ്മൾ കടം കൊടുത്താൽ, വെറുതെ കൊടുക്കണ്ട, കടം കൊടുത്താൽ രണ്ടാമത് കടം കൊടുത്തത് അവന് സ്വതക്ക ചെയ്ത പോലെയാണ് എന്ന് പറഞ്ഞാൽ അവൻ തിരിച്ചു തരൂല എന്നല്ല, അവൻ തിരിച്ചു തന്നാലും സ്വതക്കയുടെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുമെന്നാണ്. അപ്പൊ അത്യാവശ്യമുള്ള ആളുകൾക്ക് കടം കൊടുക്കലും സുന്നത്താണ്. കടം മേടിക്കലോ തിരിച്ചു കൊടുക്കാൻ യാതൊരു വകുപ്പുമില്ലാത്ത ആളുകൾ അനാവശ്യമായി കടം മേടിക്കുക എന്നുള്ളത് ഹറാമാണ്. പരിശുദ്ധമായ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടം എന്നുള്ളത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. ദുനിയാവിലും നമുക്ക് ടെൻഷൻ തരും, ഖബറിലും നമ്മുടെ സമാധാനം പോകും, പരലോകത്ത് നമുക്ക് വിജയിക്കാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടക്കാരായി മരിക്കുന്നതിൻ്റെ ഗൗരവമുണർത്താൻ വേണ്ടി കടക്കാരനായി മരിച്ച ആളുകളുടെ മേലിൽ മയ്യത്ത് നമസ്കരിക്കാതെ വരെ മാറി നിന്ന സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പം കടം എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. കടം പെരുങ്ങുന്നതിൽ നിന്ന്, അനാവശ്യമായി കടം മേടിക്കുന്നതിൽ നിന്ന് നമ്മൾ വളരെയധികം ജാഗ്രത പുലർത്തണം. അത്യാവശ്യമായി നമ്മളോട് ആളുകൾ കടം ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കാനും നമുക്ക് കഴിയണം. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നമ്മൾ നടത്തി കൊടുക്കുമ്പോൾ അല്ലാഹ് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരില്ലേ. കടവുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. കടം വീടാൻ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന അത്ഭുതകരമായൊരു ദിക്റുണ്ട്. ഏതാണെന്നറിയോ? പരിശുദ്ധമായ ഹദീസിൽ കാണാം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലെ പള്ളിയിൽ നിൽക്കുമ്പോൾ, ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്ത യൗമിൻ അൽ മസ്ജിദ, അല്ലാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ പള്ളിയിൽ പ്രവേശിച്ചു. ഫഇദാ ഹുവ ബിറജുലിൻ മിനൽ അൻസ്വാരി യുഖാലു ലഹു അബൂ ഉമാമ. അബൂ ഉമാമ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പള്ളിയിൽ നിൽക്കുകയാണ്. പള്ളിയിൽ ഇബാദത്തിലാണ്, പള്ളിയിൽ പ്രാർത്ഥനയിലാണ്. അല്ലാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, യാ അബാ ഉമാമ, അല്ലയോ അബൂ ഉമാമേ, മാലി അറാക ജാലിസൻ ഫിൽ മസ്ജിദി ഫീ ഗൈരി വഖതി സ്വലാ, ഇപ്പോഴെന്താ നീ പള്ളിയിൽ? നിസ്കാരത്തിന്റെ സമയമൊന്നല്ലല്ലോ, ഈ സമയത്ത് എന്താണ്? എന്തെങ്കിലും വിഷമമുണ്ടോ, പ്രയാസമുണ്ടോ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് പറയാണ്, ഹുമൂമു വദുയൂനി യാ റസൂലല്ലാഹ്, കടമുണ്ട് നബിയെ, ധാരാളം കടമുണ്ട്, ഭയങ്കര വിഷമമാണ്, ഒരു സമാധാനവുമില്ല. കടം കയറിയിട്ട് കടം വീടിക്കിട്ടാനുള്ള മാർഗങ്ങൾ എങ്ങനെയാണെന്നറിയാതെ പ്രയാസപ്പെടുന്ന ആളുകൾ പറയുന്നത് പോലെ കടമാണ്, ടെൻഷനാണ്, ഒരു സമാധാനവുമില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അല്ലയോ അബൂ ഉമാമ, ഞാൻ നിനക്ക് ചില കലിമത്തുകൾ പറഞ്ഞുതരാം, നീ അത് ചൊല്ലിയാൽ മതി, നിന്റെ കടങ്ങളൊക്കെ അല്ലാഹു വീട്ടി തരും. അങ്ങനെ ചില കലിമത്തുകളുണ്ട്, നിനക്ക് പറഞ്ഞു തരട്ടെ? അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട പ്രവാചകനോട് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞു താ നബിയെ എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് പറഞ്ഞു കൊടുത്ത ദിക്റാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വകഹരി റിജാൽ എന്നുള്ള ദിക്ർ പരിശുദ്ധമായ ഹദീസ് പറയാണ്. ഫഅൽതു ദാലിക, ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ ഫദഹബല്ലാഹു അസ്സ വജല്ല ഹമ്മി വഖളഅ അന്നി ദൈനി, എൻ്റെ കടങ്ങളൊക്കെ വീടി കിട്ടി. എങ്ങനെ വീടുമെന്ന് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള കടങ്ങളൊക്കെ വീടി കിട്ടി, എൻ്റെ ദുഃഖങ്ങളൊക്കെ മാറി. അതുകൊണ്ട് എത്ര ലക്ഷം കടമുണ്ടെങ്കിലും, 10 ലക്ഷം കടമുണ്ടെങ്കിലും, 50 ലക്ഷം കടമുണ്ടെങ്കിലും, 1 കോടി കടമുണ്ടെങ്കിലും, മുത്ത്
മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചതാണ്. റിസാലത്തിന്റെ നാവ് കൊണ്ട്, കളവ് പറയാത്ത നാവ് കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. മുറുകെ പിടിച്ചോ, നല്ല ഈമാനോടെ നല്ല തവക്കലോടെ. അള്ളാഹു കടങ്ങൾ വീട്ടി തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാം കടങ്ങൾ വീട്ടി തരട്ടെ. കടക്കാരായി മരിക്കുന്നവരിൽ നിന്ന് അള്ളാഹു നമ്മെ സലാമത്താക്കട്ടെ. സാമ്പത്തികമായ ഐശ്വര്യം അഭിവൃദ്ധിയും അള്ളാഹു നമുക്ക് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.